അങ്കണവാടിയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന അല്ലേ എൻ്റെ ഭാര്യ. നേരെ തൊട്ട് ആ ആണ് അങ്കണവാടി. അങ്കണവാടി കണ്ടിട്ടില്ല? ഇതാണ് അങ്കണവാടി. ചെരുപ്പിടാവോ? ഹലോ 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 ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അങ്കണവാടിയിൽ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അങ്കണവാടി അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ അങ്കണവാടിയിൽ വന്നു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പൊ നമ്മൾ അങ്കണവാടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഓരോ മാസത്തെ സാധനം കേട്ടോ ഇത്. 2 റാഗി, 2 പയറ്. കിട്ടുന്നതാ. പക്ഷേ നമ്മളിപ്പോ മിസ് ചെയ്തു കേട്ടോ. നമ്മൾ അറിഞ്ഞില്ല. 8 മാസം ആയല്ലോ ഇപ്പോ. പിന്നെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ അതൊക്കെ വാങ്ങിച്ച് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാം. ഇതെല്ലാം കൂടെ എന്തോ. അപ്പൊ അങ്കണവാടി പോയി നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. സർക്കാർ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. നമ്മൾ കുറെ പേരൊന്നും അറിയുന്നില്ല. ഗർഭിണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ പോയി അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്യണം. നമ്മളിപ്പോ അറിഞ്ഞപ്പോ 8 മാസം ആയിപ്പോ കേട്ടോ. അതുകൊണ്ട് അത്രയും നാളത്തെ മിസ്സായി. ആദ്യം തൊട്ടാണെങ്കിൽ എല്ലാ മാസവും ഇതുപോലെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിപ്പോ വാങ്ങിക്കാൻ ചുവണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് നമുക്ക് സർക്കാർ തരുന്നതാണ്. അപ്പൊ നമ്മൾ എന്തായാലും നമ്മളത് ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയും ചെയ്യണം. പിന്നെ വരുമാനം ഇല്ലാത്തവർക്കാണെങ്കിൽ 5,000 അല്ലെങ്കിൽ 6,000 റുപ്പീസ് എന്തോ ഒരു മാസമാണ് അല്ലല്ലോ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കിട്ടും. അങ്ങനെ എന്തോ ഓപ്ഷൻ കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ അറിവില് നമ്മൾ പറഞ്ഞതാണേ. നമ്മുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പൊ നമ്മൾ ആ ഇടയിൽ അപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗുണം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത്.